ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ലൈംഗികാരോപണത്തിന് വിധേയനായ നടൻ മുകേഷിനെതിരെ ഫേസ്ബുക്കിൽ സ്ത്രീകളുടെ വിമർശനം തുടരുകയാണ്. സിനിമയിലെ സ്ത്രീകളെ മാത്രമല്ല, മറിച്ച് ആദ്യ ഭാര്യ സരിതയെയും മുകേഷ് ക്രൂരമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ. മാധ്യമപ്രവർത്തകയായിരിക്കെ വീണ ജോർജിനെ സരിത നൽകിയ അഭിമുഖത്തിലെ പ്രസക്ത ഭാഗങ്ങൾ പങ്കുവച്ച് എഴുത്തുകാരിയും അധ്യാപികയുമായ ദീപ നിശാന്തും മുകേഷിനെ വിമർശിക്കുകയുണ്ടായി. മുകേഷ് രാജിവെക്കണമെന്നും ക്രൂരമായ ആക്രമണമാണ് സരിതയ്ക്കെതിരെ നടത്തിയെന്നും ദീപയുടെ പോസ്റ്റിൽ വ്യക്തമായി പറയുന്നു. ഗർഭിണിയായിരിക്കെ വയറ്റിൽ തൊഴിച്ചതും മദ്യപിച്ചെത്തി മുടിയിൽ പിടിച്ച് നിലത്തിടച്ചതുമെല്ലാം സരിതയുടെ അഭിമുഖത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. മുകേഷിന്റെ ഗാർഹിക പീഡനത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണിതെന്നും സ്ത്രീകൾക്കെതിരായിട്ടാണ് മുകേഷിന്റെ നിലപാടെന്നും ദീപ നിശാന്ത് ആരോപിക്കുന്നു. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് അഭിമുഖം ഇന്ത്യ വിഷനിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് മുഖാമുഖം എന്ന പരിപാടിയിൽ മുകേഷിന്റെ ആദ്യ ഭാര്യ സരിതയുമായി നടത്തിയ സംഭാഷണമാണിത്. 3-4 വർഷം മുമ്പാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് പൊള്ളിക്കുന്ന വാക്കുകളാണ്. സിനിമകളിൽ നമ്മെ പൊട്ടിച്ചിരിപ്പിച്ച നടൻ വീട്ടിലൊരു സ്ത്രീയോട് ചെയ്ത ക്രൂരതകൾ ഇതിൽ വ്യക്തമായി പറയുന്നു. ഒരു പരിമിത വൃന്ദത്തിനപ്പുറം ആരും ചർച്ച ചെയ്യപ്പെടാത്ത കാര്യം. അയാൾക്കൊന്നും നഷ്ടപ്പെട്ടതുമില്ല. അതിലെ ചില പ്രധാന ഭാഗങ്ങൾ: ഞാൻ അനുഭവിച്ചിരുന്ന കാര്യങ്ങൾ എനിക്ക് തുറന്നു പറയാൻ നാണക്കേടായിരുന്നു. എനിക്ക് സംഭവിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നതായിരുന്നില്ല. സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. സിനിമകളിൽ ഇങ്ങനെയെല്ലാം കണ്ടിട്ടുമുണ്ട്. ജീവിതത്തിൽ അതെല്ലാം സംഭവിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. മാധ്യമങ്ങളിൽ നിന്ന് ചിലരൊക്കെ ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ട് വിളിക്കുമ്പോൾ ഞാൻ അവരോട് അതൊക്കെ നിഷേധിക്കുകയായിരുന്നു. കാരണം എനിക്കത് നാണക്കേടായിരുന്നു. എല്ലാം നന്നായി പോകുന്നുവെന്ന് ബോധിപ്പിക്കാൻ ഞങ്ങൾ ആഹ്ലാദം അഭിനയിച്ച് ഫോട്ടോസ് എടുക്കും. ഈ കുടുംബ പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിലും പല ബന്ധങ്ങളുണ്ടായിരുന്നു. അത് തെറ്റാണെന്ന് സ്വയം മനസ്സിലാക്കി അദ്ദേഹം തിരിച്ചുവരുമെന്ന് ഞാൻ വെറുതെ പ്രതീക്ഷിച്ചിരുന്നു. ഒരിക്കൽ അച്ഛൻ എന്റെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നീ കടന്നു പോകുന്നത് എന്തിലൂടെയാണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. എന്റെ മോൻ ശരിയല്ലെന്നും എനിക്കറിയാം. പക്ഷെ ഈ കാര്യങ്ങൾ ഒരിക്കലും ഒരു മീഡിയയിലും വരരുത്. മോള് സഹിക്കണം എന്നൊക്കെ അച്ഛൻ എന്നോട് പറഞ്ഞു. ആ പ്രോമിസ് ഇന്നുവരെ ഞാൻ കാത്തു സൂക്ഷിച്ചു. ഇന്നാണ് ഞാൻ ആ പ്രോമിസ് ബ്രേക്ക് ചെയ്തത്. എന്തുകൊണ്ടെന്നാൽ എന്റെ നിശബ്ദത ഇപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ആർക്കും അറിയില്ലായിരുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നും. മക്കളുടെ കാര്യത്തിലും ഒരു ശ്രദ്ധയും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഒരു കടമകളും അദ്ദേഹം ചെയ്തിട്ടുമില്ല. ഒറ്റയ്ക്ക് പല സന്ദർഭങ്ങളും അതിജീവിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. എനിക്ക് മറ്റാരും കൂടെയില്ലായിരുന്നു. ഒരിക്കൽ ഞാൻ നിറഗർഭിണിയായിരിക്കെ 9ാം മാസത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പുറത്തൊരു ഡിന്നറിന് പോയിരുന്നു. കാറിൽ കയറാനായി ഞാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം വണ്ടി മുന്നോട്ടും പിന്നോട്ടും എടുത്ത് എന്നെ കബളിപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഞാൻ കാറിന് പിറകെ ഓടി താഴെ വീണു. കൂടാതെ ഒരിക്കലൊരു പാതിരാത്രിക്ക് മദ്യപിച്ചു കടന്നു വന്നപ്പോൾ എന്താണ് വൈകിയതെന്നൊരു ചോദ്യം തീർത്തും സ്വാഭാവികമായി നമ്മളൊക്കെ ചോദിക്കാറുള്ളതുപോലെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം എന്റെ മുടിയിൽ ചുറ്റിപ്പിടിച്ച് നിലത്തിടച്ച് മർദ്ദിച്ചു. പിന്നെയും ഒരുപാട് കാര്യങ്ങൾ സരിത തുറന്നു പറയുന്നു. തന്റെ അധികാരത്തിന്റെയും സ്വാധീനത്തിന്റെയും മനോന്മാദത്തിൽ നിരന്തരം ഭീഷണിപ്പെടുത്തുന്ന ഭർത്താവിനെപ്പറ്റി സരിത പറയുന്നു. കോടതിയിൽ തന്നെ വേദനിപ്പിക്കുകയും കുട്ടികളെ വേർപിരിക്കുകയും ചെയ്യണമെന്ന ഒറ്റ ലക്ഷ്യത്തോടെ കുട്ടികളിൽ ഒരാളുടെ കസ്റ്റഡി ആവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്ത ഭർത്താവിനെപ്പറ്റിയും ഇതിൽ കേൾക്കാം. അയാളിൽ അസൂയാലുവായ ഒരു വ്യക്തി കൂടി വളരുന്നതറിഞ്ഞ് തനിക്ക് ലഭിക്കുന്ന അവാർഡുകളെപ്പറ്റിയോ മികച്ച അവസരങ്ങളെപ്പറ്റിയോ പറയാതെ മറച്ചുവെച്ച് അയാളെ സന്തോഷിപ്പിക്കാനായി തനിക്കുള്ളതെല്ലാം കൊടുത്ത് പുത്തൻകാരും ഫ്ളാറ്റും വാങ്ങി നൽകിയ വിഡ്ഢിയായ ഒരു പെണ്ണിനെ കൂടി ഈ അഭിമുഖത്തിൽ നമുക്ക് കാണാൻ കഴിയും. ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് തന്നെ പറഞ്ഞിരിക്കണം. ഇടതുപക്ഷമെന്ന അഭിമാനത്തോടെ തന്നെയാണ് ഇത് പറയുന്നത്. നാഴികയ്ക്ക് 40 വട്ടം നാടക പാരമ്പര്യവും കുടുംബ പാരമ്പര്യവും രാഷ്ട്രീയ പാരമ്പര്യവും പറഞ്ഞ് നടക്കുന്ന അയാളെപ്പോലുള്ളവരെ ഇടതുപക്ഷത്തിന്റെ തണലിൽ ഇനിയും വളരാൻ അനുവദിക്കരുത്, സരിത പറയുന്നു.